PC ജോർജിനെ അങ്ങ് വിരട്ടി അങ്ങ് നശിപ്പിക്കാമെന്നുള്ള ധാരണയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടിയും, അതായത് മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കളും അതിൻ്റെ താഴെയുള്ള മത തീവ്രവാദ സംഘടനകൾക്കും. അതങ്ങ് കൈവച്ചാൽ മതി, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് അതങ്ങ് കൈവച്ചാൽ മതി. ഇതിനകത്ത് ഈ PC ജോർജ് പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല, വിയോജിക്കുന്നു. പക്ഷേ മറ്റൊരു കാര്യം വളരെ സത്യമാണ്. PC ജോർജ് പറഞ്ഞു, ഈ പറയുന്ന മിനി പാകിസ്ഥാൻ, അതിലെന്താണ് തെറ്റ്? ഇതിനെപ്പറ്റി നേരത്തെ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ളവർക്ക് പാകിസ്ഥാനിൽ പോകാനായിരുന്നു താല്പര്യം. അതിനെ മാപ്പിളസ്ഥാനാക്കിയവർ. ഈ മലബാർ കലാപം എന്ന് പറയുന്നത് ബേസിക്കലി വർഗീയ ലഹളയായിരുന്നു. അതിനെ സ്വാതന്ത്ര്യ സമരമാക്കാൻ ശ്രമിക്കുന്നു. ആലോചിച്ച് നോക്കി എന്തൊക്കെ ഗെയിം പ്ലാനാണ് ലീഗും അവരുടെ പാർട്ടിയും അവരുടെ ആൾക്കാരും നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന് ഇത്ര പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം? ഈ പറയുന്ന മത തീവ്രവാദികൾക്ക് ഇത്ര പ്രശ്നം ഉണ്ടാകേണ്ട കാരണം? ഹാഗിയ സോഫിയ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് എന്തുവാ? അത് തിരിച്ചു കൊടുത്ത്, അതായത് മുസ്ലിംസ് അത് ഏറ്റെടുത്ത് അവിടെ നമാസ് നടത്തുന്നത് നന്നായി. അദ്ദേഹം എഴുതിയ കോളമാണ് ചന്ദ്രിക പത്രത്തിൽ, അവരുടെ മൗത്ത് പീസിൽ. ഹമാസിന് അനുകൂലമായിട്ട് റാലി നടത്തി മതഭ്രാന്തന്മാർ. അവർക്ക് ഇപ്പോഴത്തെ താല്പര്യം എങ്ങനെങ്കിലും PC ജോർജിനെയും കുറച്ച് മത തീവ്രവാദികൾക്ക് വേണ്ടി അകത്തിടാനാണ്. ഇവിടെ ഹൈക്കോർട്ടല്ല, മേളി സുപ്രീം കോർട്ടുണ്ട്. അത് ഹൈക്കോർട്ട് അറിഞ്ഞിട്ട് നല്ലത്. ഇവിടെ ഓരോ ഇന്ത്യക്കാരന്, നമ്മളൊക്കെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് തന്നെ പോകുന്നവരാണ്. പക്ഷെ അപ്പുറത്ത് നിങ്ങൾ പല വീഡിയോകളും ഞാൻ അയച്ചു തരാം. യേശു ക്രിസ്തു, അതായത് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അവിഹിത മാർഗത്തിലൂടെ ജനിച്ചു എന്ന് പറയുന്ന എത്രയോ വീഡിയോകളുണ്ട് ഈ ഉസ്താദന്മാർ പറഞ്ഞത്. അപ്പം അതൊന്നും ഇവിടുത്തെ കേരള സർക്കാരും പോലീസും കാണുന്നില്ലേ? ഏറ്റവും കൂടുതൽ മതനിന്ദ നടത്തുന്നത് ഈ കൂട്ടരാണ്. അപ്പം അതിനെതിരെ എന്താ നടപടി എടുക്കാത്തത്? ഇവിടെ PC ജോർജിനെ മാത്രം മൂക്കിനകത്ത് കയറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ ഇപ്പം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഓർത്തിരുന്നാൽ നല്ലത്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഓർത്തിരിക്കുക. നിന്നെയൊക്കെ പൊക്കാനും വലിയ പാടൊന്നുമില്ല. ഗൾഫിൽ നടത്തുന്ന പല പരിപാടികളും സ്വർണ്ണക്കടത്തും അതും ഇതിൻ്റെയൊക്കെ പുറകിൽ കേന്ദ്ര ഗവൺമെൻറ് അങ്ങ് വിചാരിച്ച നിൻ്റെ എല്ലാ നേതാക്കളും പൊങ്ങും. ഒറ്റ കാരണമാണ്, ഇതൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ പാവം പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. അതായത് ലീഗ് ഇങ്ങനെ ഒത്തൊത്ത് നിൽക്കുന്നതിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ്. കൂടുതൽ ഗെയിം പ്ലാൻ എന്തും ചെയ്യണ്ട. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് പണം നൽകുന്നത് വേശ്യാലയത്തിന് തുല്യമാണെന്ന് പറഞ്ഞ മതപണ്ഡിതനൊക്കെയുള്ള ഈ കൊച്ചു കേരളത്തിലാണ് PC ജോർജിനെ പോലെയുള്ള ഒരു നേതാവിനെ മാത്രം ഒറ്റപ്പെട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതുപോലുള്ള വിഷയമാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ ഏതെല്ലാം തരത്തിൽ അദ്ദേഹത്തെ പിന്തുണക്കാൻ സാധിക്കുമോ അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തുക കൃത്യമായിട്ട് എല്ലാവരും. കാരണം ഇത് PC ജോർജിന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ദേശീയവാദികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കാം. അപ്പോൾ ഈ സംഭവമാണ് യഥാർത്ഥത്തിൽ മാത്യു സാമുവൽ സാർ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. കൃത്യമാണ്, അതിലൊരു സംശയമില്ല. ഇതിലെ ഒരു സൂചന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് നൽകുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചു പോകുന്നത്. അയ്യോ, ഞങ്ങൾ വലിയ തീവ്രമായിട്ടുള്ള ചിന്താഗതിക്കാരല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ രീതിയിലാണ് ഭയങ്കര മതേതരത്വവാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾക്കറിയാം ഇവരുടെ സ്വാധീന മേഖലയിലേക്കാണ്, അല്ലെങ്കിൽ ഇവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത്. ഒരു സംശയമില്ല. സ്വർണ്ണക്കള്ളക്കടത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്തതും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഈ പറയുന്ന ഇവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ നിന്നാണ്. ഒരു കാര്യം ഇവിടെ സൂചനയായിട്ട് കണക്കാക്കേണ്ടത്, SDP-യുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസി അടക്കമുള്ള ആളുകൾ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തിനു വേണ്ടി, എന്ത് കാരണത്താലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അതേ വിഷയങ്ങളിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് കേന്ദ്ര സർക്കാരിന്റെ പണി വരാൻ പോകുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കാണ്. ഒരു സംശയം വേണ്ട, ഈ രീതിയിലാണ്. കാരണം ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല വിഷയങ്ങളിലും വലിയ തരത്തിൽ സംശയമുണ്ട്. സംശയം മാത്രമല്ല, മുതിർന്ന ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാത്യു സാമുവൽ സാറൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊന്നും ഒരു നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ആവശ്യമില്ല. അത് വെറുതെ തമാശക്ക് അദ്ദേഹമൊന്നും ഒരിക്കലും സംസാരിക്കാറില്ല. കാരണം അതുപോലെയുള്ള വിഷയങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് തെളിയിച്ചിട്ടുള്ളതാണ്. അത് BJP പോലും മാറ്റി നിർത്തിയിട്ടില്ല.
എവിടെയാണോ അഴിമതിയും രാജ്യദ്രോഹ പ്രവർത്തനവും നടക്കുന്നത് അവിടെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. ഇത് ആരാണെങ്കിലും ഇതിന് കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി വരും. ഇത് കർമ്മഫലമാണ്. ഈ കർമ്മഫലം ഭാവിയിൽ SDPI കുറച്ച് തീവ്രമായിട്ട് സംസാരിക്കുകയും പല രീതിയിൽ അക്രമ സംഭവങ്ങൾ നടത്തുകയും രാജ്യത്ത് പല സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇവർക്ക് കൃത്യമായിട്ട് ഇവരെ ഇനി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാന്നുള്ള ബോധം അത് കേന്ദ്ര സർക്കാർ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ നിലവാരം, ഈ സംഭവം കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ കൂടി വരാൻ പോവുകയാണ് മുസ്ലിം ലീഗാണ്. ഇവർ എത്ര സ്വാധീനം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലേ ഉള്ളൂ, അതും 1-2 ജില്ലകളിൽ മാത്രം, കോഴിക്കോടും മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കുറച്ച് സ്വാധീനം. പിന്നെ കാസർഗോഡുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇവർ വലിയ എന്തോ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഘടനയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവന്മാരുടെ ഒരു നിലപാടുകളും പ്രവർത്തന രീതികളും ഒക്കെ. ഇങ്ങനെയാണ് ലോകത്തിന് തന്നെ ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ്. ഇതിന് ഇവരെത്ര വെള്ളം പൂശാൻ ശ്രമിച്ചാലും ഹമാസിന്റെ നേതാവ് പരസ്യമായിട്ട് പറയുന്നൊരു വീഡിയോ ക്ലിപ്പുണ്ട്. ഇവിടെ നേതാവ് പറയുന്നതാണ്, ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ലക്ഷ്യം മാത്രമാണ് ഇസ്രായേൽ ഞങ്ങൾ പിടിച്ചടക്കിയതിന് ശേഷം ലോകം മുഴുവനും ഞങ്ങളുടേതായിട്ടുള്ള നിയമ സംവിധാനത്തിലേക്ക് രാഷ്ട്രങ്ങളെ മാറ്റിയെടുക്കും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ തുടക്കം മാത്രമേ ഇസ്രായേലിനെതിരെ ഉള്ളൂ എന്നുള്ളതും പറയുന്നത്. ആദ്യത്തെ ശത്രു ഇസ്രായേൽ ആയതിന്റെ പേരിൽ, ജൂതന്മാരായതിന്റെ പേരിൽ ആ രാഷ്ട്രത്തെ പിടിച്ചെടുക്കുക. അപ്പോൾ ഒരു ലക്ഷ്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഇവരെയാണ് പോരാളികളെന്നും വലിയ തരത്തിൽ എന്താ പറയുക സമാധാനവാദികളാണെന്നും ഒരു മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ വലിയ രീതിയിൽ, കോഴിക്കോട് കടപ്പുറത്ത് വലിയ രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ കൊഞ്ഞനം കുത്തുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ. ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്താണ്, മൂല്യം, ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ പാലസ്തീനിൽ വലിയ തരത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി ആളുകളെ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് ഇസ്രായേലിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒക്ടോബർ 7 2023 ഇവർ നടത്തിയ നരനായിട്ട് എന്താണെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ ഏതൊരു വ്യക്തിക്കും അന്നത്തെ ആ ഒരു വിഷയം പരിശോധിച്ചാൽ മനസ്സിലാകും. എന്തുകൊണ്ടും ലീഗിന്റെ നേതാക്കന്മാര് ഈ ഒക്ടോബർ 7 നടന്ന വലിയ രീതിയിലുള്ള ഒരു കൂട്ടക്കൊല, ഭീകരാക്രമണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പ്രഖ്യാപിച്ച വിഷയമാണ് ഈ പറയുന്ന ആ ദിവസം നടന്ന വിഷയം. അത് പൂർണ്ണമായിട്ടും ഒരു ഭീകരാക്രമണമാണെന്ന്. കടൽ മാർഗവും കരമാർഗവും ആകാശമാർഗവുമാണ് ഇവർ നടത്തിയ ഒരു വലിയ ആക്രമണം ഉണ്ടായത്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം ഈ പറയുന്ന സംഘടനകളെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഓരോ ഘട്ടമായിട്ട് നടപടികൾ എടുക്കുന്നത്. ഒറ്റയടിക്ക് നടപടി എടുക്കാൻ സാധിക്കും, അതിൽ വലിയ സംഭവം ഒന്നുമില്ല. പക്ഷെ എന്താണ്, കോടതിയിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് വെക്കണം. അതുകൊണ്ടാണ് PFIയും പോലെയുള്ള സംഘടനകളൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിരോധിക്കാനായിട്ട് സാധിച്ചത്. അത് കൃത്യമാണ്, കോടതിയിൽ നിന്ന് അവർക്ക് ഊരിപ്പോരാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് കോടതിയുടെ മുന്നിൽ ഈ PFI ഒരു ഭീകരവാദ പ്രസ്ഥാനമാണെന്നുള്ള രീതിയിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിലേക്ക്, സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ലീഗിന്റെ നേതാക്കന്മാര് മര്യാദക്ക്, അവർ പറഞ്ഞ പോലെ മര്യാദക്ക് ഇവിടെ ജീവിച്ചില്ലെങ്കിൽ, ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കും തീഹാർ ജയിലിലെ ഓരോ സെല്ലുകൾ ഒരുങ്ങുമെന്നുള്ളതിൽ തർക്കമില്ല.